തിരുവനന്തപുരം ചാന്നാങ്കരയിൽ ഗുണ്ടാ വിളയാട്ടമെന്ന് നാട്ടുകാരുടെ പരാതി. പട്ടാപ്പകൽ പൊതുവഴി കയ്യേറി ഗുണ്ടാ സംഘത്തിന്റെ ചീട്ടുകളി, മദ്യപാനവും അസഭ്യം പറച്ചിലുമെന്നാണ് പരാതി. പോലീസിൽ അറിയിച്ചതിന് ഇവർ വീട്ടിൽ കയറി പീഡിപ്പിക്കുമെന്ന് ഭീഷണി മുഴക്കിയെന്നും നാട്ടുകാർ പറയുന്നു. പോലീസിൽ അറിയിച്ചാൽ ജീപ്പില്ല എന്നുള്ള മറുപടിയാണ് ലഭിക്കുന്നത് എന്നും പഞ്ചായത്തിൽ അറിയിച്ചപ്പോൾ താമസം മാറാനാണ് മെമ്പർ പറഞ്ഞതെന്നും നാട്ടുകാർ ആരോപിച്ചു. കുടിയന്മാരും ആഭാസന്മാരും കഞ്ചാവും അതും ഇതൊക്കെയുണ്ട്. അപ്പോൾ ഇവിടെ സ്റ്റേഷനിൽ വിളിച്ച് പറയും. അവർ നമ്മൾ എത്ര വിളിച്ച് പറഞ്ഞാലും ഒരു സമയത്ത് എത്തൂല. അപ്പം നമ്മൾ ഒരു ലൈറ്റ് ഇടാൻ വേണ്ടിയിട്ട് കൗൺസിലർ അടുത്ത് എന്ന് പറഞ്ഞാലും അവർ പറയണ നിങ്ങൾ അവിടെ ഇവിടെ ഉള്ളവരൊക്കെ എന്തിനാ ഇവിടെ വന്ന് വാടകയ്ക്ക് താമസിക്കുന്നത്, നിങ്ങൾക്ക് വേറെ സ്ഥലമില്ലേ, എന്തിനും ഇവിടെ വന്ന് കിടക്കാൻ പറഞ്ഞ് എന്നൊക്കെയാണ് ഇവിടുത്തെ മെമ്പർ പറയുന്നത്. പെണ്ണുങ്ങളെ പള്ള വിളിക്കാം, മറ്റുള്ളവരെ വീട്ടിൽ കയറി ചീത്ത വിളിക്കാം, മറ്റുള്ളവരെ വീടുകളിൽ കയറി ഇറങ്ങാം. അങ്ങനെയൊന്നും ചോദിക്കാനും പറയാനൊന്നും ഇവിടെ ആരുമില്ല. എന്ന് വെച്ചാൽ അവരെയൊക്കെ പേടിച്ച് നമ്മൾ ജീവിച്ചോളും. അതാണ് അവരെയൊക്കെ അഭിപ്രായം. നിന്റെയൊക്കെ വീട്ടിൽ കയറി നിന്നെയൊക്കെ പീഡിപ്പിക്കും, നിന്റെയൊക്കെ ആണുങ്ങളെ വെട്ടിക്കൊല്ലും, നിന്റെയൊക്കെ മക്കളെ തട്ടിക്കൊണ്ടുപോകും, പല അനാവശ്യങ്ങളും പറഞ്ഞു. സനിസ ശോഭാചന്ദ്രൻ കൂടുതൽ വിവരങ്ങൾ നൽകും. സനിസ, എന്താണ് നാട്ടുകാരുടെ പരാതി? അധികൃതർ എന്ത് വിശദീകരണമാണ് നൽകുന്നത്? ചാന്നാങ്കരയിൽ ഗുണ്ടാ വിളയാട്ടമാണ്. പട്ടാപ്പകൽ പൊതുവഴി കയ്യേറി ഗുണ്ടാ സംഘം ചീട്ടുകളിയും മദ്യപാനവും സ്ത്രീകൾ പൊതുവഴിയിലൂടെ പോകുമ്പോൾ നഗ്നതാ പ്രദർശനവും അസഭ്യ പറച്ചിലുമാണ് ചെയ്യുന്നത്. പോലീസിനെ അറിയിച്ചപ്പോൾ പോലീസിനെ അറിയിച്ചാൽ വീട്ടിൽ കയറി പീഡിപ്പിക്കുമെന്നാണ് ഈ ഗുണ്ടാ സംഘം സ്ത്രീകൾക്ക് നേരെ ഭീഷണിയായിട്ട് മുഴക്കുന്നത്. പൊറുതിമുട്ടിയ ഈ ചാന്നാങ്കര 10 ഏക്കർ നിവാസികൾ, വീട്ടമ്മമാരായിട്ടുള്ള അവിടെയുള്ള പ്രദേശത്ത് താമസിക്കുന്നവർ പോലീസിൽ പരാതി നൽകി. നിരവധി തവണ പരാതി നൽകിയതായാണ് നാട്ടുകാർ പറയുന്നത്. പക്ഷെ പോലീസിൽ അറിയിക്കുമ്പോൾ അവിടേക്ക് വരാൻ ജീപ്പില്ല എന്നുള്ള മറുപടിയാണ് ഇവർക്ക് ലഭിക്കുന്നത്. ആ പൊതു ഇടത്തിൽ വഴിവിളക്കുകൾ പോലും ഇല്ലാത്ത ഒരു അവസ്ഥയാണ്. ഇത് പഞ്ചായത്തിൽ പറഞ്ഞപ്പോൾ അവിടെയുള്ള മെമ്പർ പറയുന്നത് അവിടെ നിന്ന് താമസം മാറിപ്പോകാനാണ്. ഇതിലൊരു ശാശ്വത പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. പലപ്പോഴും ഈ പരാതി നൽകുമ്പോൾ കഴിഞ്ഞ ദിവസവും ഈ ഒരു പൊതുവഴിയിൽ നഗ്നതാ പ്രദർശനം നടക്കുകയും പരാതി നൽകുകയും പ്രതിയെ അറസ്റ്റ് ചെയ്ത് വിട്ടയക്കുകയുമാണ് ഉണ്ടായത്. ഇതിൽ ഈ സ്ത്രീകൾ പറയുന്നത് പലപ്പോഴും പരാതി നൽകുമ്പോൾ മണിക്കൂറുകൾ കഴിഞ്ഞാണ് അവിടെ പോലീസുകാർ എത്തുന്നത്. അല്ലാത്ത പക്ഷം അറിയിച്ചാൽ ജീപ്പില്ല, അവിടേക്ക് വരാൻ ജീപ്പില്ല എന്നാണ് പോലീസുകാർ പറയുന്നത്. കൊലക്കേസിലടക്കം പ്രതിയായിട്ടുള്ള ആൾക്കാരടങ്ങുന്ന ഗുണ്ടാ സംഘമാണ് ഇത്തരത്തിൽ മദ്യപാനവും ചീട്ടുകളിയും അസഭ്യം പറച്ചിലും നഗ്നതാ പ്രദർശനവുമായിട്ട് ചാന്നാങ്കര നിവാസികളെ ബുദ്ധിമുട്ടിലാക്കുന്നത്. ഇത് ഏറ്റവും എടുത്തു പറയേണ്ടത് സ്ത്രീകളും കുട്ടികളും ഒരേപോലെ എല്ലാവരും പോകുന്ന ഒരു പൊതുവഴിയിലാണ് ഇത്തരത്തിൽ ഒരു അക്രമം നടക്കുന്നത്. അനുജ.